8 വർഷത്തെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക വിധി വന്നിരിക്കുകയാണ്. 8ാം പ്രതിയായ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി. ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയാണ് നടിയെ ആക്രമിച്ചത് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി തെളിവില്ലെന്ന് കാട്ടി തിരസ്കരിച്ചതോടെയാണ് ദിലീപ് കുറ്റവിമുക്തനായത്. മലയാള സിനിമാ ലോകത്തെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒന്നായിരുന്നു നടി ആക്രമണ കേസ്. നടിയെ പീഡിപ്പിച്ച് ദൃശ്യം പകർത്താൻ കൊട്ടേഷൻ നൽകിയത് പ്രമുഖ മലയാള നടനാണെന്ന ആരോപണം പുറത്തുവന്നതോടെ ഇരുവരും അംഗമായിരുന്ന അമ്മയടക്കമുള്ള സിനിമാ സംഘടനകൾ പ്രതിസന്ധിയിലായി. കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തെ അമ്മ അടക്കമുള്ള സംഘടനകളിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപീകൃതമായ വിമൻ ഇൻ കളക്റ്റീവും അവരുടെ ശ്രമഫലമായി നിലവിൽ വന്ന ഹേമ കമ്മീഷനുമെല്ലാം ഈ കേസിന്റെ പിന്തുടർച്ചയാണെന്ന് പറയാം. നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നതോടെ മലയാളികളുടെ ജനപ്രിയ നടനായിരുന്ന ദിലീപ് ഒട്ടേറെ വിമർശനങ്ങൾക്കും പാത്രമായി. കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായിരുന്നു ദിലീപ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ചലച്ചിത്ര വ്യവസായത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് വളരുക അത്ര എളുപ്പമായിരുന്നില്ല. ചെറിയ വേഷങ്ങളിൽ തുടങ്ങിയ സിനിമാ ജീവിതം പിന്നീട് സൂപ്പർ താര പദവിയിലേക്കും അവിടെ നിന്ന് നിർമ്മാതാവ്, വിതരണക്കാരൻ, തിയേറ്റർ ഉടമ, സംരംഭകൻ, ചലച്ചിത്ര സംഘടനകളുടെ ഭാരവാഹി തുടങ്ങി തൊട്ടതെല്ലാം പൊന്നാക്കി ആരെയും അസൂയപ്പെടുത്തുന്നതായിരുന്നു ദിലീപിന്റെ വളർച്ച. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലയാള സിനിമ കണ്ട ഏറ്റവും ഭാഗ്യവാനായ നടനായിരുന്നു ദിലീപിന്റെ കരിയറിലെയും വളർച്ച. ഏതു കാലഘട്ടത്തിലും വിജയവും ഭാഗ്യവും ജനങ്ങളുടെ സ്നേഹവും അദ്ദേഹത്തിനൊപ്പമായിരുന്നു. സഹസംവിധായകനായി പ്രവർത്തിച്ച ശേഷം കമലിന്റെ എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലൂടെ അദ്ദേഹം നായകനായി. ആ ചിത്രം വൻ വിജയമായിരുന്നു. 3 Men Army, കൊക്കരക്കോ, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ലോ ബജറ്റ് ചിത്രങ്ങളിലൂടെ വിജയക്കുതിപ്പ് തുടർന്നു. ദിലീപിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ സല്ലാപം. ദിലീപിനെ പ്രധാന വേഷങ്ങളിലേക്ക് പരിഗണിക്കാൻ സംവിധായകർക്ക് ധൈര്യം പകർന്നത് സല്ലാപത്തിന്റെ വൻ വിജയമാണ്. പിന്നീട് അങ്ങോട്ട് ദിലീപ് എന്ന നടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്നത്തെ പല വമ്പൻ താരങ്ങൾക്കും അപ്രാപ്യമായ തുടർ വിജയങ്ങൾ ദിലീപ് നിരന്തരം ആവർത്തിച്ചു. ഇതോടെ മിനിമം ഗ്യാരണ്ടി സ്റ്റാർ എന്ന തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു. ദിലീപ് സിനിമകൾക്ക് തിയേറ്റർ മാത്രമല്ല TV ചാനലുകളിലും ഉയർന്ന സ്വീകാര്യത ലഭിച്ചു. കുടുംബ പ്രേക്ഷകർ ആവർത്തിച്ചു കാണുന്ന ഇത്തരം ചിത്രങ്ങൾ യുവജനങ്ങൾക്കും ഹരമായി മാറി. കുട്ടികളായിരുന്നു ദിലീപിന്റെ ആരാധകരിൽ ഏറെയും. അങ്ങനെ പെട്ടെന്നായിരുന്നു ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈനിലേക്കുള്ള ദിലീപിന്റെ വളർച്ചയും. തുടർന്ന് മലയാള സിനിമാ മേഖലയിലെ അവിഭാജ്യ ഘടകമായി ദിലീപ് മാറി. താരസംഘടനയായ അമ്മയ്ക്ക് വേണ്ടി 2020 എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കാൻ എല്ലാവരും മടിച്ചു നിന്നപ്പോൾ ആ ഹെവി റിസ്ക് പോലും പുഷ്പം പോലെ അദ്ദേഹം ഏറ്റെടുത്ത് പൂർത്തിയാക്കി. മലയാളത്തിന്റെ ഭാഗ്യനായികയായി തിളങ്ങി നിന്ന മഞ്ജു വാര്യരെ വിവാഹം കഴിക്കുകയും ചെയ്തതോടെ എല്ലാ അർത്ഥത്തിലും വിജയിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലെ ചില താളപ്പിഴകളുടെ വാർത്തകൾ പുറത്തെത്തിയെങ്കിലും സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. ദിലീപിനൊപ്പം ഏറ്റവും അധികം സിനിമകളിൽ നായികയായി അഭിനയിച്ച കാവ്യ മാധവനുമായി ചേർത്തായിരുന്നു ഗോസിപ്പുകളിൽ ഏറെയും. തുടർന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ദിലീപ് മഞ്ജു വിവാഹമോചനവും കാവ്യയുമായുള്ള പുനർവിവാഹവും. മലയാള സിനിമയിലെ തന്ത്രശാലിയായ ഒരു ശക്തിയായി തുടരുമ്പോഴാണ് 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവവും അതിനു പിന്നിൽ ദിലീപിന് പങ്കുണ്ടെന്ന ആക്ഷേപങ്ങളും പുറത്തുവരുന്നത്. അതോടെ ജനപ്രിയൻ സംശയനിഴലിലായി. കേസും വിവാദങ്ങളും വാർത്തകളിൽ നിറഞ്ഞു. കേസിൽ പ്രതി ചേർക്കപ്പെടുകയും 85 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തതോടെ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് കമന്റുകൾ നിറഞ്ഞു. ഒരിക്കൽ ആർപ്പ് വിളിച്ചവർ പോലും ദിലീപിനെ സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കാൻ തുടങ്ങി. അതിജീവിതയുടെ കേസിനൊപ്പം മഞ്ജുവുമായുള്ള വിവാഹമോചനവും വിമർശനത്തിന് ഇടയാക്കി. പോലീസ് അന്വേഷണത്തിൽ ദിലീപിന് കേസുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 85 ദിവസത്തോളം ജയിൽവാസവും അനുഭവിച്ചു. തുടർന്ന് 8 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ സാക്ഷികളിൽ പലരും കൂറുമാറി. ഇതോടെ കേസിൽ ആരോപിക്കപ്പെട്ട ബന്ധം തെളിയിക്കാനുള്ള സാധ്യതകൾ മങ്ങി. ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴികൊടുത്ത 28ഓളം പേരാണ് പിന്നീട് പ്രതിഭാഗത്തിന് അനുകൂലമായി കൂറുമാറിയത്. ഇത് കേസിന്റെ സാധ്യതകളെ അട്ടിമറിച്ച ഘട്ടത്തിലാണ് ആരും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുമായി ബാലചന്ദ്രകുമാർ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം ഹാജരാക്കിയ വോയിസ് ക്ലിപ്പുകളിൽ കേൾക്കുന്ന ശബ്ദം ദിലീപിന്റെയും കുടുംബാംഗങ്ങളുടെയും ആണോ എന്ന് സ്ഥിരീകരിക്കാനായി മഞ്ജു വാര്യരെ പലവട്ടം കോടതിയിൽ വിസ്തരിക്കുകയും മഞ്ജു ശബ്ദം സ്ഥിരീകരിക്കുകയും ചെയ്തു. 100ലേറെ തെളിവുകൾ വാദിഭാഗം കോടതിയിൽ ഹാജരാക്കി. ഇതെല്ലാം കോടതിയിൽ മറികടന്നാണ് കേസിൽ ദിലീപ് നിർണായകമായ വിധി നേടിയത്. 1 മുതൽ 7 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ച കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി. ഈ വിധി ദിലീപിന് ആശ്വാസകരമാണ്. ആരോപണ വിധേയനെന്ന് പറഞ്ഞ ചിലർ വളഞ്ഞിട്ടാക്രമിച്ചപ്പോഴും നല്ല ദിലീപ് ചിത്രങ്ങൾക്ക് ആരാധകരുണ്ടാകും എന്നതിന്റെ തെളിവായിരുന്നു സച്ചിയുടെ തിരക്കഥയിൽ അരുൺ ഗോപി ഒരുക്കിയ രാമലീലയുടെ ഗംഭീര വിജയം. നല്ല സിനിമകൾ വന്നാൽ ദിലീപ് യുഗം അവസാനിക്കില്ല എന്ന് ഉറപ്പിച്ച ചിത്രം.
പിന്നീടങ്ങോട്ട് റിലീസായ സിനിമകളിൽ ഏറെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിലും താരത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്ന ആരാധകർ. ഗോകുലം മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ അതിഥി താരമായെത്തുന്ന ഭാഭാബായാണ് ദിലീപിന്റേതായി ഇനി പുറത്തുവരാനുള്ള ചിത്രം. കേസിൽ കുറ്റവിമുക്തനായെത്തുന്ന ദിലീപിന് നഷ്ടമായ ജനപ്രിയ പദവി തിരികെ നേടാനാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.